ഹായ് ഹലോ ദ പെർഫെക്റ്റ് മേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ദ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റിയാണ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡിന്റെ വധമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാരണമെന്ന് നമ്മൾ പണ്ടുകാലങ്ങളിൽ ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഗൗരവമുള്ളതാണെങ്കിൽ കൂടി ഒരു പ്രാദേശിക പ്രശ്നമായിരുന്നു ഇത് എങ്ങനെ ഒരു മഹാലോക യുദ്ധമായി മാറിയെന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ യൂറോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും പടർന്നു പിടിച്ച യുദ്ധമെന്നാണ് പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത്. എന്നാൽ ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ രാജാക്കന്മാർക്കും ഓരോ രാജ്യത്തിനും നമ്മുടെ രാജ്യം വലുതാവണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കുകയും അതുവഴി യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അതിൻ്റെ പ്രധാനമായൊരു കാരണമായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് വ്യാവസായിക വിപ്ലവം. ഓരോ രാജ്യങ്ങളും വ്യാവസായിക വിപ്ലവത്തിൽ, അതായത് പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ മത്സരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഉണ്ടായിരുന്ന ശത്രുക്കളും മത്സരത്തിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. യുദ്ധത്തിന് കാരണമായ രണ്ടാമത്തെ പോയിന്റ് തീവ്ര ദേശീയതയായിരുന്നു, അതായത് അഗ്രസീവ് നാഷണലിസം. ദേശീയത എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നന്നാവണം, നമ്മൾ വലുതാവണം എന്നൊരാവശ്യം. എന്നാൽ തീവ്ര ദേശീയത എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്നതായിരിക്കണം തീവ്ര ദേശീയത. അതായത് നമ്മൾ മാത്രമാണ് നല്ലത്, നമ്മുടെ രാജ്യം മാത്രമാണ് നല്ലത്, നമ്മൾ മാത്രമാണ് വലുത്, നമ്മുടെ രാജ്യം മാത്രമാണ് വലുത് എന്ന ചിന്ത. നമ്മളോട് മത്സരിക്കാൻ വരുന്ന എല്ലാവരെയും തകർത്ത് കളയണം എന്ന ആഗ്രഹമാണ് തീവ്ര ദേശീയത. യുദ്ധത്തിന് കാരണമായ മൂന്നാമത്തെ പോയിന്റ് ഇമ്പീരിയലിസം, അതായത് സാമ്രാജ്യത്വം. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ലോകമെമ്പാടും കോളനികൾ ഉണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഒരു കോളനിയായിരുന്നു. കോളനികൾ പിടിച്ചെടുക്കുന്നതിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വലുതായി വന്നാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത്. 1914 ജൂലൈ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. 1918 നവംബർ 11 വരെയാണ് ഈ യുദ്ധത്തിന്റെ കാലാവധി, അതായത് 4 വർഷം. 90 ലക്ഷത്തിലധികം പോരാളികളും 70 ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് കണക്ക്. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളുടെ കണക്കിൽപ്പെടുന്ന ഒന്നാണ് ഒന്നാം ലോക മഹായുദ്ധം. ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളും യുദ്ധത്തിൻ്റെ 2 വിരുദ്ധ ചേരികളായി സ്ഥാനം പിടിച്ചു. ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേരുന്ന സംഘശക്തികളും ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേരുന്ന കേന്ദ്രീയ ശക്തികളുമായിരുന്നു അത്. മൂന്നാം മുന്നണിയിൽ ഉൾപ്പെട്ടിരുന്ന ഇറ്റലി കേന്ദ്രീയ ശക്തികളോട് ചേരാതെ സംഖ്യകക്ഷികളോട് ചേർന്ന് പിന്നീട് സംഖ്യകക്ഷികൾ പുനഃക്രമീകരിക്കപ്പെടുകയും യുദ്ധം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ രാജ്യങ്ങൾ അംഗങ്ങളാവുകയും ചെയ്യുന്നു. ഇറ്റലി, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സംഖ്യകക്ഷികളോടും ഓട്ടോമൻ സാമ്രാജ്യവും ബൾഗേറിയയും കേന്ദ്രശക്തികളോടും ചേർന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഫ്രാൻസിലെ കോമ്പിനിയയിൽ ഔപചാരികമായി വെടിനിർത്തൽ കരാർ ഉണ്ടായി. അങ്ങനെ മറ്റൊരു യുദ്ധത്തിന് തുടക്കം കുറിച്ചു.